ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു 1 kg വെയിറ്റ് വരുന്ന വാനില കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഓവൻ ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് 1 ടീസ്പൂൺ മൈദ മാറ്റി വെച്ചിട്ട് പകരം 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓവനില്ലാതെ കുറച്ച് വലിയ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ എത്ര ബേക്ക് ചെയ്തെടുത്താലും ഒട്ടുന്ന പോലെ വരും. പെട്ടെന്ന് അങ്ങോട്ട് ബേക്കായി കിട്ടില്ല, ഒരുപാട് സമയം വെക്കേണ്ടി വരും. അപ്പോൾ കോൺഫ്ലവറും കൂടി ചേർത്തിട്ടുള്ള മിക്സ് ആകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ബേക്കായിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ ഇത്. അത് നമ്മൾ കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ മുട്ടയും പഞ്ചസാരയും ഒക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുത്തിട്ടുള്ള പൊടികൾ ഇതിലേക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വീണ്ടും ഒന്നും കൂടി അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ പറ്റും, ഒട്ടും കട്ടയൊന്നും പിടിക്കില്ല. അപ്പോൾ ഒന്നുകിൽ സ്പാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 4 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാനിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ടിന്നിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഉയർത്തിയിട്ട് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് സൈഡിൽ. അതെന്തിനാന്ന് വെച്ചാൽ കേക്ക് ടിന്ന് ഹൈറ്റ് കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഹൈറ്റ് ഇല്ലാത്ത കേക്ക് ടിന്നൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുറച്ച് മേലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ അല്പം ഉപ്പൊന്ന് നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു റിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേക്ക് വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ മുകൾ ഭാഗം ഒന്നും ഒട്ടുന്നൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ സ്ക്വയറുമേലും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കേക്ക് അവിടെ ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഇതുപോലെ നല്ല സ്റ്റിഫ് പീക്സ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ 3 ലെയറാക്കി എടുക്കാം. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ടേബിളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഇതുപോലെ അല്പം ക്രീമാക്കി കൊടുക്കാം, കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി എടുക്കാം.
അപ്പോൾ സാധാരണ ഒരു വാനില കേക്ക് ആയതുകൊണ്ട് ഞാനതിൽ ഷുഗർ സിറപ്പിൽ വേറെ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ പാലോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വെറൈറ്റി ഒരു ടേസ്റ്റിലൊക്കെ ആക്കാം. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏറ്റവും മുകളിൽ വരുന്ന കേക്കിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ അടിയിലുള്ള ലെയറായി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും അടിയിൽ വരുന്നതാണ് ഏറ്റവും മുകളിലായിട്ട് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും അതിന് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കിയതിന് ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ട് ചെറുതായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ കോട്ടിങ് ഒരുപാട് കട്ടിയിൽ വേണ്ട കേട്ടോ. അതുപോലെ തിന്നായിട്ടുള്ള ഒരു കോട്ടിങ് കൊടുത്താൽ മതി. ഇനി കേക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷമുള്ള പിന്നെ നമ്മൾ ഫൈനൽ കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡും വൈറ്റും കളറിലുള്ള ഒരു കോമ്പിനേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് ക്രീമിലേക്ക് ഇവിടെ സൂപ്പർ റെഡിൻ്റെ ജെൽ കളർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിനെ റെഡും വൈറ്റും ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇതുപോലെ റെഡ് കളറാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് വൈറ്റ് കളർ കൊടുക്കാം. പിന്നെ വീണ്ടും റെഡാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗം വൈറ്റ് കളർ കൊടുത്തിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ക്രീം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് ഇതുപോലെ സ്മൂത്ത് ആക്കി എടുക്കാം. സൈഡ്സൊക്കെ നമുക്ക് സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. അപ്പോൾ കേക്കിന് ഞാനിവിടെ ഒരുവിധമൊക്കെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡ് ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറുതായിട്ടൊരു ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിൽ ഇതുപോലെ കുറച്ച് വൈറ്റ് കളറിലുള്ള റോസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം റോസസ് ഒക്കെ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോസിലും ആ ഒരു പ്ലേലിസ്റ്റിലും ഉണ്ട്. പിന്നെ ഫ്ലവർ ബാസ്ക്കറ്റിൻ്റെ കേക്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ റോസൊക്കെ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ റോസിന് കുറച്ചൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ കളറും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലീഫും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഓരോ ഗോൾഡൻ ബീഡ്സും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള വാനില കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്